രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ലോക്സഭാ സ്പീക്കർ. അല്ലെങ്കിൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് അല്പസ്വല്പം വിവരവും ബോധവും കുറവാണ് എന്നുള്ള ആക്ഷേപം പരക്കിയുണ്ട്. ഇതിനു മുന്നേ രാഹുലിന്റെ കുടുംബത്തിൽ അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ പലരും ലോക്സഭയെ അഭിമുഖീകരിച്ചിട്ടുണ്ട് എന്നും, എന്നാൽ അവരെ പോലെ ഒന്നുമല്ല രാഹുൽ എന്നും, വളരെ പക്വതയില്ലാത്തതും ബഹുമാനമില്ലാത്തതുമായ സമീപനമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നും നിഷിദ്ധമായി വിമർശിച്ചാണ് ലോക്സഭാ സ്പീക്കർ രംഗത്തെത്തിയത്. എന്നാൽ രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് 70 കോൺഗ്രസ് എംപിമാരും ഇന്ന് ലോക്സഭാ സ്പീക്കറെ കണ്ട് പരാതി ബോധിപ്പിച്ചു. രാഹുൽ ഗാന്ധിക്ക് ഇതിനുള്ള മറുപടി നൽകാനുള്ള സമയം അനുവദിച്ചില്ല എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് എംപിമാർ ലോക്സഭാ സ്പീക്കറുടെ മുന്നിലെത്തിയത്. എന്നാൽ തന്നെ കൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും പറയിപ്പിക്കരുത് എന്നാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അവരോട് പറഞ്ഞത്. ഇതേസമയം എന്തിനാണ് ശകാരിച്ചത് എന്ന് മനസ്സിലായില്ല എന്നും തനിക്ക് മറുപടി പറയാൻ അവസരം ലഭിച്ചില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ന് 1 മണിയോടുകൂടി സഭ പിരിയുന്ന സമയത്താണ് ലോക്സഭാ സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. സഭയിൽ പ്രതിപക്ഷം മര്യാദയ്ക്ക് പെരുമാറുന്നില്ല എന്ന് പറഞ്ഞ ലോക്സഭാ സ്പീക്കർ പിന്നീട് രാഹുൽ ഗാന്ധിയുടെ പേരെടുത്ത് പറഞ്ഞു തന്നെ വിമർശിക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് സഭയിൽ മര്യാദയോടെ പെരുമാറുന്നില്ല എന്നും സഭയ്ക്ക് ചില മര്യാദകളൊക്കെ ഉണ്ട് എന്നുമാണ് ഓം ബിർള പറഞ്ഞത്. പ്രതിപക്ഷത്തുള്ള മറ്റു അംഗങ്ങളെ നിലത്തു നിർത്താനുള്ള രാഹുൽ ഗാന്ധിയുടെ കഴിവുകേടിനെയും ഓം ബിർള ആക്ഷേപിച്ചു. ഇതിനുശേഷം വാർത്താ മാധ്യമങ്ങളെ കണ്ട രാഹുൽ ഗാന്ധി തനിക്കൊന്നും അറിയില്ല എന്നും അകാരണമായി തന്നെ ശകാരിച്ചതാണ് എന്നുമുള്ള സങ്കടമാണ് ബോധിപ്പിച്ചത്. ഇതിപ്പോ ഒരുതരം കുട്ടിക്കളി പോലെ ആയല്ലോ രാഹുലെ. നുള്ളി എന്നും പിച്ചി എന്നും ഒക്കെ പറഞ്ഞ് നഴ്സറി പിള്ളേർ കരഞ്ഞുകൊണ്ടുവന്ന് പരാതി പറയുന്നത് പോലെ രാഹുലിന് പക്വതയില്ല, കുട്ടിക്കളി മാറിയിട്ടില്ല എന്ന് വീണ്ടും പൊതുജനത്തിനെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഓരോരോ കോമാളിത്തരങ്ങൾ എന്നല്ലാതെ ഇതിനെ എന്തു പറയാനാണ്. എന്നാൽ സഭയ്ക്കുള്ളിലുള്ള രാഹുലിന്റെ പ്രിയങ്ക ഗാന്ധിയോടുള്ള ഇടപെടൽ പക്വതയില്ലാത്ത കുട്ടികളുടേത് പോലെയാണ് എന്നുള്ള രൂക്ഷ വിമർശനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നുവെന്നും സ്പീക്കർ അതിൽ അസംതൃപ്തനായിരുന്നു എന്നുമാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. രാഹുൽ ഗാന്ധി പല വേദികളിലും പൊതുസ്ഥലങ്ങളിലും പ്രിയങ്ക ഗാന്ധിയോട് തന്റെ സഹോദരിയോടുള്ള സ്നേഹവാത്സല്യങ്ങൾ കവിളിൽ നുള്ളിയും തലോടിയും ഒക്കെ പ്രകടിപ്പിക്കാറുണ്ട്. ഇത്തരം പ്രകടനങ്ങൾ സഭയ്ക്കുള്ളിൽ സഭാ മര്യാദകളെയും സ്വന്തം സ്ഥാനത്തെയും മറന്നുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്താറുണ്ടായിരുന്നു എന്നും ഇതിൽ സ്പീക്കറിന് രാഹുലിനോട് കടുത്ത വിദ്വേഷം ഉണ്ടായിരുന്നു എന്നുമാണ് അറിയാൻ കഴിയുന്നത്. ഇതുപോലെ പക്വതയില്ലാത്ത ഒരാൾ തലപ്പത്തിരിക്കുന്ന കോൺഗ്രസുകാരുടെ കാര്യം പറയാതെ വയ്യ. രാഹുലിനെ മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ് എംപിമാർ ഉൾപ്പെടെ എല്ലാവർക്കും കണക്കിന് കിട്ടി. ഇവരെയൊക്കെ എംപി ആക്കി ലോക്സഭയിലേക്ക് പറഞ്ഞുവിട്ട പൊതുജനത്തിന് തലയിൽ തുണിയിടേണ്ട അവസ്ഥയാണ്. അവിടെ ചെന്നിരുന്ന ഓരോരുത്തർ കാണിച്ചു കൂട്ടുന്നത് തങ്ങളിരിക്കുന്ന സ്ഥാനം എന്തെന്നോ ഇരിക്കുന്ന സ്ഥലം ഏതാണെന്നോ ബോധമില്ലാതെയുള്ള ഏറ്റവും അപക്വമായ ഇത്തരം പെരുമാറ്റങ്ങളെ വിവരക്കേടെന്നും പൊതുജനത്തിന്റെ ഗതികേട് എന്നും മാത്രമേ വിളിക്കാൻ കഴിയൂ. ഈ രാഹുലിന്റെ നേതൃത്വത്തിലാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നിലനിൽപ്പ് എന്ന് ഓർക്കണം. ഇതേ പ്രിയങ്ക ഗാന്ധിയാണ് കേരളത്തിലെ കോൺഗ്രസുകാരുടെ തല്ലും ബഹളവും മാറ്റി കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുക്കാനുള്ള ബുദ്ധി കേന്ദ്രമാക്കി കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് എന്ന് ഓർക്കണം. വല്ലാത്തൊരു ഗതികേടാണ് എന്റെ കോൺഗ്രസുകാരെ.